വീണ്ടും പത്രോസ് ശാസിക്കപ്പെടുന്നത് പഠിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. 31 മുതൽ. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പത്രോസ് കർത്താവിനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. കൂടെ ഒരാളുടെ പുറകെ നടക്കുന്ന കണ്ടോ കർത്താവ്? ദൈവം നമുക്ക് ഈ പ്രാവശ്യം ധ്യാനിക്കാൻ തന്ന ഈ വചനം വളരെ മനോഹരമാണ്. കൂടെ ശാസന. ആർക്കാണ്? നശിക്കാനുള്ളവനല്ല, ദൈവത്തിന് വലിയ പദ്ധതിയുള്ളവർക്കാണ്. കൂടെ പ്രയാസം, കൂടെ കഷ്ടത, കൂടെ പരിശോധന, കൂടെ തിരുത്തലുകൾ, ഇതൊക്കെ നശിപ്പിക്കാനല്ല. എൻ്റെ സഹോദരൻ്റെ ഒരു മകനുണ്ടായിരുന്നു. അവൻ പോസ്റ്റ് ഗ്രാജുവേഷനും വിവിധ പഠനങ്ങളുള്ള കുട്ടിയാണ്. എന്നാൽ ഏതാണ്ട് 25 വയസ്സുവരെയും അവനെ വഴക്ക് പറയേണ്ടി വന്നുകൊണ്ടേയിരുന്നു, തിരുത്തേണ്ടി വന്നുകൊണ്ടേയിരുന്നു. ഒന്നല്ല, അനവധി പ്രാവശ്യം അവനെ തിരുത്തേണ്ടി വന്നു. അപ്പോഴൊക്കെ അവൻ പറയുന്നത്, എല്ലാവർക്കും എന്നെ വഴക്ക് പറയാനേ നേരമുള്ളൂ, എല്ലാവർക്കും എൻ്റെ തലേ കയറാനേ നേരമുള്ളൂ. എന്നാൽ ഇന്ന് അവന് മാറ്റം വന്നു. അവൻ ഇച്ചിരി ലേറ്റ് മെച്യൂറാണ്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ 20 വയസ്സിൽ ഗ്രഹിക്കേണ്ട കാര്യം അവൻ 30 വയസ്സിലാണ് ഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ലേറ്റ് മാരേജാണ്. പക്ഷെ ഇന്ന് അവൻ നമ്പർ 1 ആണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മിടുക്കൻ അവനാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും വിദ്യാഭ്യാസം അവനാണ്. ഒരുവിധം നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നു, നല്ലൊരു ഫാമിലി നയിക്കുന്നു, ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. പക്ഷേ 25 കൊല്ലം അവനെ വഴക്ക് പറയേണ്ടി വന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നയാൾ. കാരണം എന്നോടാണ് അവന് ഏറ്റവും ഇഷ്ടം. മറ്റുള്ളവരൊക്കെ വഴക്ക് പറയുന്നത് ഇച്ചിരി റഫായിട്ടാണ്. ഞാൻ ഇച്ചിരി സ്നേഹത്തിൽ തത്വികമായിട്ട് ഉപദേശിക്കും, ഈ ക്ലാസ് എടുക്കുന്ന പോലെ. അവന് ഞാൻ തുടങ്ങുമ്പോഴേ അറിയാം അവന് പൂട്ട് വീഴാൻ പോവുകയെന്ന്. ഉടനെ എഴുന്നേറ്റ് പോകും. സ്നേഹമുണ്ട്, പിന്നെയും വരും. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് കൂടെ ഒരാളെ ശാസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? പത്രോസേ, നിന്നെ എനിക്ക് ആവശ്യം. ഇവിടെ ഇതാ പത്രോസിനോട് മാത്രം പറയുകയാണ്, സാത്താൻ നിങ്ങളെ നോട്ടം വെച്ചിട്ടുണ്ട്. അതല്ലേ എൻ്റെ അർത്ഥം. സാത്താനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒന്നും തന്നെ അറിയില്ല ചിലർക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവം ആരെ നോട്ട് ചെയ്യുന്നോ അവനെ പിശാച് നോട്ട് ചെയ്യുന്നു. ദൈവം ആരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ അവനെ പിശാച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആരെ പ്രയോജനപ്പെടുത്താൻ പ്ലാൻ ഇടുന്നോ അവനെ സാത്താനും പ്രയോജനപ്പെടുത്താൻ പ്ലാൻ ഇടുന്നു. ഇത് ബൈബിളിൻ്റെ ചരിത്രമാണ്. രണ്ടും രഹസ്യത്തിലുള്ള ഫോളോ അപ്പാണ്. രണ്ടും സ്പിരിറ്റിലുള്ള ഫോളോ അപ്പാണ്. സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഫോളോ ചെയ്യുമ്പോൾ സ്പിരിറ്റിൽ പിശാച് നിന്നെ ഫോളോ ചെയ്യുന്നു. സ്പിരിറ്റിൽ അഥവാ സ്പിരിറ്റ് റിലത്തിൽ ചലിക്കുന്ന യേശുവിന് പത്രോസിന്റെ മേലുള്ള സാത്താന്റെ നോട്ടം നേരത്തെ കാണാൻ സാധിച്ചതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു, ബി കെയർഫുൾ, സൂക്ഷിക്കണം. പത്രോസ് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. എന്നെയൊന്നും സാത്താനെ തൊടാൻ പറ്റില്ല, കാരണം ഞാൻ രക്തസാക്ഷിയാകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, രക്തസാക്ഷിയൊന്നും ആവൂല്ല നീ അതിനു മുമ്പ്
എന്നെ അറിയില്ലെന്ന് പരസ്യമായിട്ട് പറയുന്നു. അവന് മനസ്സിലായില്ലല്ലോ. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്തു. അവൻ പുറകെ പോയി, നല്ലവനാണ്, കരഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ അവനെ പരീശന്മാരും യഹൂദന്മാരും ഒക്കെ കൂടെ വാച്ച് ചെയ്തപ്പോൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങ് യേശുവിനെയൊന്നും അറിയത്തില്ല, ഞാൻ ആ കൂട്ടത്തിലുള്ള ആളല്ലെന്ന് പറഞ്ഞു. നമുക്കിതൊരു ചെറിയ സമയം കൊണ്ടുള്ളൊരു പ്രബോധനമാണ്. ശ്രദ്ധിച്ചേ, കൂടെ കൂടെ ശാസന. എന്തിനാണെന്നറിയാമോ? നീ തെറ്റിപ്പോകാതിരിക്കാൻ. ഈ എല്ലാ ദിവസവും ഈ വചനപ്രഭാതം കേൾക്കുന്ന നമ്മളോട് തന്നെയായിരിക്കും ഇത് പറയുന്നത്, അല്ലേ? എന്നോട് കൂടിയാണ് ഇത് പറയുന്നത്. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ ഉദ്ദേശം. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഓരോ കല്യാണത്തിനും മറ്റും കാണുന്ന എത്ര ആളുകളാണ് വചനപ്രഭാതം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരാണ്. എല്ലാവരും ഊണ് കഴിക്കാതെ ഞങ്ങളെ കാണാൻ വരിക. എന്നാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാം വചനപ്രഭാതത്തിൻ്റെ ആളുകളാണ്, കൂടെ കൂടെ വചനം കേൾക്കുന്നത്. നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.